കഷ്ടതകൾ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒരാളുടെ ചാർട്ടിൽ ഒരു വിപരീത രാജ്യവും ഉണ്ടെങ്കിൽ നിശ്ചയമായും അയാൾ ജീവിതത്തിൽ ഒരു വിജയി ആയി തീരുമെന്നുള്ള ഇത് തോന്നുകയാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് വിപരീത രാജ്യവും. നമ്മുടെ അസ്ട്രോളജി ചാർട്ടിൽ 3 നെഗറ്റീവ് ഭാവങ്ങളുണ്ട്. 1, 6, 8, 12. ഇവയെ ദുഷ്ടാന ഹൗസ് നമുക്ക് ഭാവങ്ങൾ എന്ന് വിളിക്കും. ദുഷ്ടാന ഭാവം. ഇവയിൽ നോക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടതകൾക്ക് പ്രാധാന്യമുള്ളൊരു ജാതകമാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഈ ഭാവങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കും. ഞാനൊരു കാര്യം പറയുന്നത്, അസ്ട്രോളജി പഠിക്കുക എളുപ്പമല്ല. വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിഷയമാണ് അസ്ട്രോളജി. അത് മനസ്സിലാകണമെങ്കിൽ ഭാവങ്ങൾ എന്താണെന്ന് അറിയണം, രാശികൾ എന്താണെന്ന് അറിയണം, രാശിയുടെ നാഥന്മാരാണെന്ന് അറിയണം, നക്ഷത്രങ്ങൾ എന്താണെന്ന് അറിയണം, നക്ഷത്രത്തിലെ നാഥൻ എന്താണെന്ന് അറിയണം, രാശിയുടെ എലമെന്റ് എന്താണെന്ന് അറിയണം. അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കി മാത്രമേ ഒരു അസ്ട്രോളജി പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ക്യാപ്റ്റീവ് അസ്ട്രോളജി ഉണ്ടല്ലോ, വിപരീത രാജയോഗം നമുക്ക് ഇതെല്ലാം കിട്ടും, രാജയോഗം നമുക്ക് ഇതെല്ലാം കിട്ടും. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു വിശദീകരണമാണ്. അസ്ട്രോളജിയില് പലരുടെയും ചാർട്ട് പല രീതിയിലാണെങ്കിൽ ഇരട്ടകളുടെ ചാർട്ട് പോലും വർഗ ചാർട്ടുകൾ വ്യത്യാസമായിരിക്കും. എനിക്ക് ഇരട്ടകളായിട്ടുള്ള ക്ലയൻസുകളുണ്ട്. ഇതൊക്കെ റിസർച്ചിന് വേണ്ടിയിട്ടാണ്. ലോകത്ത് എല്ലാവരുടെയും മെയിൻ ചാർട്ട്, പലരുടെയും മെയിൻ ചാർട്ട് ഒന്നാണെങ്കിലും അവരുടെ ഡിവിഷണൽ ചാർട്ട്, വർഗ ചാർട്ടുകൾ പലർക്കും പലതായിരിക്കും. അതുകൊണ്ട് എന്റെ അതേ ദിവസം ജനിച്ച എല്ലാവർക്കും, അതേ സമയം ജനിച്ച എല്ലാവർക്കും ഒരേപോലത്തെ ജീവിതശൈലി ആകണമെന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഈ ഓർമ്മയിൽ നിങ്ങളുടെ വിധത്തില സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രക്കാരനാണെങ്കിൽ വിധത്തില സംഭവിക്കും. എല്ലാവർക്കും കോമൺ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ക്യാപ്റ്റീവ് അസ്ട്രോളജി ആണ് ശരിക്കുമുള്ളൊരു അസ്ട്രോളജിയെ ഇല്ലാതാക്കിയത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ ഒരിക്കലും ക്യാപ്റ്റീവ് അസ്ട്രോളജി പറയത്തില്ല. എന്നോട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കാറില്ല എന്ന്. മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് പലർക്കും കാണും, പക്ഷെ അവരതിൽ എഫേർട്ട് ഉണ്ട്. ഞാൻ എൻ്റെ അസ്ട്രോളജി ക്ലാസ് എനിക്ക് പഠിച്ചു, അതുതന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതകൾ ചെയ്താലേ കൃത്യമായിട്ടുള്ള ഫലം കിട്ടും. ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എഫക്ട് എടുക്കുക എന്നുള്ളതാണ് അതിൽ മാറിയത്. അപ്പോൾ വിപരീത രാജയോഗത്തിൽ 3 ഭാവങ്ങളാണ് 6, 8, 12. 6ാം ഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 6ാം ഭാവം സൂചിപ്പിക്കുന്നത് രോഗങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വൈഷമ്യങ്ങൾ, ശത്രുക്കൾ, ജോലിസ്ഥലം, സഹപ്രവർത്തനം. അതായത് നമ്മുടെ ഡെസിഗ്നേഷൻ താഴെ ജോലിയിൽ ആൾക്കാർ. ഞാൻ പഞ്ചീതിക നമ്മൾ പഠിക്കുന്നത് പഞ്ചീതിക. ഇതിനകത്ത് പറയുന്നത് കടങ്ങൾ, ആയുധങ്ങൾ, കള്ളന്മാർ, രോഗങ്ങൾ, മുറിവുകൾ, പിതാവിന്റെ സൈഡിൽ നിന്നുള്ള ബന്ധുക്കൾ, യുദ്ധം, കുക്കർമ്മങ്ങൾ, പാപങ്ങൾ, ഭീതി, അപമാനം, നിയമം. ഇതൊക്കെ വളരെ കുറച്ചായിരുന്നു. നിയമമുണ്ട്, ഡിവോഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. 6ാം ഭാവാധിപൻ 6ലോ 8ാം ഭാവത്തിലോ 12ാം ഭാവത്തിലോ നിൽക്കുന്ന അവസ്ഥയ്ക്ക് വിപരീത രാജയോഗം എന്നാ പറയുന്നത്. അതിന് ഹർഷ വിപരീത യോഗങ്ങളാണ്. അപ്പോൾ ഈ 6ാം ഭാവാധിപൻ സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ അയാളുടെ ജീവിതത്തിൽ കൂടുതലായി ഉണ്ടാകും. എങ്കിലും അയാൾ അതിൽ നിന്നെല്ലാം കരകയറി ഐശ്വര്യപൂർണമായി 30, 35, 40 ആ വയസ്സ് ആകുമ്പോൾ അയാൾക്ക് ലഭിക്കും എന്നതാണ് ഇതിനർത്ഥം. 6ാം ഭാവാധിപനാകുമ്പോൾ അയാളുടെയും ചലഞ്ചസ്, ശത്രുക്കളും. ഇതില് പിതാവിന്റെ ഭാഗത്ത്
മാതാപിതാക്കളുള്ള ബന്ധുക്കളാണ്. പക്ഷെ മാതാവിന്റെ കയ്യിലുള്ള ബന്ധുക്കൾ, അമ്മാവൻ, ഇവരെല്ലാം ആറാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നു. സാമ്പത്തിക വൈഷമ്യങ്ങളുടെ രോഗങ്ങൾ, മുറിവുകൾ, ജോലി നിൽക്കുന്നുള്ള വൈഷമ്യങ്ങൾ, ഇവയെല്ലാം ആയിരിക്കും അയാളുടെ ജീവിതത്തിൽ പ്രൈമറി ജനിച്ചെടുക്കും ആയിട്ടുള്ള കാര്യം. ഇവയിലൂടെ എല്ലാം അയാൾ കടന്നുപോയി 30-35-40 വയസ്സാകുമ്പോൾ അയാൾ ശിവമായിട്ടും സക്സസ് ആകും എന്നാണ് കാണിക്കുക. ഇനി 8ാം ഭാവാധിപനെ കൊണ്ട് യോഗമാണ് വിപരീത സരളായോഗം. എന്താണ് 8ാം ഭാവാധിപനെ കൊണ്ട് സൂചിപ്പിക്കുക? 8ാം ഭാവാധിപൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഭാവമാണ്. അസ്ട്രോളജി, ടാരോ, ക്രിസ്ത്യൻസി, ന്യൂമറോളജി, ഇവയെല്ലാം 8ാം ഭാവം എന്നാണ് സൂചിപ്പിക്കുന്നത്. 8ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്ന വേറെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഉയർച്ച കാഴ്ച. സൂര്യൻ 8ാം ഭാവത്തിന് ഒരാളുടെ കാഴ്ച നിന്നാൽ അയാളുടെ അധികാരം എപ്പോഴും ഉയർച്ച കാഴ്ചകളിലൂടെ കടന്നു പോകുന്നതാണ്. ഓക്കെ, ഉയർച്ച നമ്മൾ വിചാരിക്കാത്ത സമയത്ത് മാറ്റങ്ങൾ വരിക, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നെഗറ്റീവ് മാറ്റങ്ങൾ വരിക. 8ാം ഭാവവും ദൈവത്തിന്റെ ഭാവമാണ്. വിവാഹത്തെ സൂചിപ്പിക്കുന്ന 7ാം ഭാവം, അതിന്റെ അധികം 8ാം ഭാവത്തിൽ നിന്നാൽ വൈവാഹിക ജീവിതത്തിന് പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് പല കാരണങ്ങളാണ്. ഇപ്പോൾ 100% ഡിവോഴ്സ് ആവില്ല, വൈവാഹിക ജീവിതത്തിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ 8ാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള ഡിസൈർ, നിയമ അനുസൃതമല്ലാത്ത ബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, കടകൾ, ലോണുകള്, ടാക്സ്, ഇൻഷുറൻസ്, പ്രൊവിഡന്റ് ഫണ്ട്. 8ാം ഭാവവും ലോട്ടറിയെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. കാരണം 8ാം ഭാവം പെട്ടെന്ന് കിട്ടുന്ന ലാഭമുണ്ട്. ലോട്ടറി നമ്മൾ പ്രതീക്ഷിക്കാതെ പലരും ലോട്ടറി എടുക്കുകയോ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടോ അത് കുറച്ചുകൂടി എടുക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ധനം ലഭിക്കുന്ന ഒരു അത് സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് 8ാം ഭാവം. പിന്നെ കാണിക്കുന്നത് ലോഞ്ചിരിറ്റി. ലോഞ്ചിരിറ്റി എന്ന് വെച്ചാൽ ദീർഘായുസ്. ഒരാളുടെ ജീവിത ദൈർഘ്യം എത്ര ഉണ്ടെന്ന് കാണിക്കാനായിട്ട് സൂചിപ്പിക്കുന്നത് 8ാം ഭാവം നോക്കിയാണ്. 1000 നോക്കുന്ന 8ാം ഭാവം നോക്കിയാണ്. പിന്നെ മാലിന്യം കിടക്കുന്ന കാര്യങ്ങൾ, അത് രോഗങ്ങളാകാം, രഹസ്യങ്ങളാകാം, അതുപോലെ തന്നെ മാനസികമായ ഇമോഷണൽ ആയിട്ടുള്ള സമ്മർദ്ദങ്ങളാകാം. പിന്നെ എന്താ പറയുക, ജനതകൾ, ഇളയ സഹോദരന്മാരാകാം, ഇൻലോസ്, നമ്മുടെ മദറിൻ്റെ അമ്മായി, അച്ഛൻ, അമ്മായിയമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 8ാം ഭാവാധിപൻ ആരെയും 8ലും 12ലും നിന്നാൽ അയാൾക്ക് വിപരീത സരളായോഗം എന്ന് പറയാം. ഓക്കെ, 8ാം ഭാവാധിപൻ 8ൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം നിൽക്കുകയാണെങ്കിൽ, 12ൽ നിൽക്കുകയാണെങ്കിൽ അയാളുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള സമ്മർദ്ദം. അയാൾക്ക് മാനസികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ, ഒരു മാനസികമായിട്ടുള്ള സ്വന്തം ലഭിക്കണമെങ്കിൽ ഈ 30 ആ ഏജിൽ അധികം ലഭിക്കുക. അതുപോലെ തന്നെ ഈ ഏജ് വരെയും അയാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു 30 വയസ്സിനപ്പുറം ആ സമയം തൊട്ടായിരിക്കും അയാൾ സാമ്പത്തികമായിട്ടൊരു പുരോഗതി ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്, 8ാം ഭാവാധിപൻ 8ലും ലഗ്നത്തിലും നിൽക്കുന്നവർക്ക് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള അൺസെറ്റിൽഡ് ലോൺ, ഫോർ എക്സാമ്പിൾ ലൈഫ് ലോങ് ലോൺ നമ്മുടെ നാട്ടിലെ ഹൗസിംഗ് ലോൺ എടുക്കാൻ വെച്ചാൽ ലോങ് ടേം ലോൺ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഒരു ലോൺ മാറുകയൊക്കെ വേറെ ലോൺ എടുക്കും, വേറെ ലോൺ മാറുകയും വേറെ ലോൺ എടുക്കും. ചെറിയതാണെങ്കിൽ അത് അങ്ങോട്ടൊരു കുറച്ച് കാശ് എടുക്കും, കുറച്ച് ഇങ്ങോട്ട് കാശുണ്ട്. അയാളുടെ ലൈഫിൽ മൊത്തം ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കൊണ്ട് അയാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം വളരെ അധികമായിരിക്കും. അതുപോലെ തന്നെ 8ാം ഭാവാധിപനെ കൊണ്ടുള്ള സരളായോഗത്തില്, വിപരീത സരളായോഗത്തില് അയാളുടെ സെക്ഷൽ ലൈഫ് വളരെയധികം വോളറ്റൈലായിരിക്കും. 8ാം ഭാവാധിപൻ 8ൽ നിൽക്കുന്നത് 8ാം ഭാവം തന്നെ സെക്ഷൽ ഡിസൈർ